സാമ്പത്തിക തിരിമറി കേസിൽ ജീവനക്കാരികൾക്കെതിരെ കൂടുതൽ തെളിവ് പുറത്തുവിട്ട് ദിയ കൃഷ്ണയുടെ കുടുംബം. പണമെടുത്തുന്ന ജീവനക്കാരികൾ സമ്മതിക്കുന്നതാണ് വീഡിയോ. സഹോദരി നടിയുമായ അഹാന കൃഷ്ണ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടികൾ കുറ്റസമ്മതം നടത്തിയത്. ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര കാണാം. നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ഇത് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് ശരി. ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ അല്ല, ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോവാണോ? കൂട്ടുകാണോ? ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യം ഉണ്ടോ അതിന്റെ? നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനേതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി? കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാരണം ഇന്നലെ രാവിലെ കൂടെ വിരുദ്ധ എന്നെ ത്രട്ടൻ ചെയ്തേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, ഇവരെ കണ്ടറിയാം. ഇവരെ അറിഞ്ഞിട്ടില്ല. ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അവരുടെ അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറഞ്ഞു. സ്വർണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ? എല്ലാം ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മളെ പറയണത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു. ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു, അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫ് ഫോൺ എടുത്തില്ല. ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും ഇഷാന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇഷാനെയും പോയിരുന്നെങ്കിലില്ലേ ഇവരില്ലായിരുന്നു. അല്ല, കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കല്ലേ, അതെടുത്ത് സ്കാൻ ചെയ്തു. അന്ന് ഇവര് കാർഡ് വർക്ക് ആവില്ല എന്ന് പറഞ്ഞില്ല, ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല. കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട്. കാർഡ് മെഷീൻ ഉണ്ട്. ഞാൻ ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോ 2-3 ഞാൻ പോയി ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അവരെ ഇറക്കി വിടുവോ ചേട്ടാ? നിങ്ങൾ പറ. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല. നിങ്ങൾ ഒരു 10,000 രൂപ ഒരിക്കൽ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, നിന്നെ കള്ളീന്ന് വിളിക്കാം. ഒരു മോശം നമ്പർ ഇവിടെ നിന്ന് പോകുന്നു. ഐ തിങ്ക് വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. We should be calling the police. ആധാർ കാർഡ് ഉണ്ടോ കയ്യിൽ? ഇതൊക്കെ എവിടെ കൊണ്ട് പുറത്തിറങ്ങി നടന്ന ആധാർ കാർഡും ID കൈ വെക്കുന്നില്ലേ? ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ? ഇവന്മാരാ? പണ്ടേ നിങ്ങളിങ്ങനെ മോഷണം ചെയ്യാം? അയ്യോ, അധികം പാവം കളിക്കില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക, ആ പാവം വിടുക. തെറ്റ് നീ പാളി. ഇതൊന്ന് ഹോൾഡ് ചെയ്യാം.
ആക്ച്വലി ഇല്ലമ്മോ ഇതിങ്ങനെ ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. ആധാറിന്റെ ആധാർ ഫോട്ടോ എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത് അത് വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ സ്കാനർ ചോദിക്കുന്നു അത് ആദ്യം ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇവര് പറയുന്നത് സ്കാനർ വർക്ക് ആവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആണ് അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്? ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് കണ്ണടച്ച് പറയുന്നത്. അവളുടെ മോന്താട്ടം അറിയാലോ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാതൊന്നും അറിയില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഇത് എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്തത്? എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം ഉടൻ അടുപ്പിച്ചടുപ്പിച്ചാന്ന്. സത്യം പറ, കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെല്ലുമ്പോഴേക്കും ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് അതെനിക്ക് കിട്ടില്ല. അല്ല ഇവര് മെയിൻ ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. നമുക്ക് CCTV ഇല്ല അവിടെ. ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ അതാ ഞാൻ പറഞ്ഞേ. ഹൻസിന്റെ ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചാൽ ഇവര് പോകുമ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ക്യാഷ് എടുത്തിട്ടേ ഇല്ല. ഇത്രയും രൂപ ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 പേര് കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറെ ആള് പറഞ്ഞു അവര് കാർഡ് കൊടുത്തപ്പോ ഇവര് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു പറഞ്ഞിട്ട് ഇവര് വൈകുന്നേരം വരെ അവിടെ വെയിറ്റ് ചെയ്തു. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്ത് നിന്നു 5 മണിക്ക് ശേഷം. എന്നിട്ട് 7:30 എണ്ണി മേടിച്ചിട്ടാ പോയത്. ആ പൈസ എവിടെ? അത് അന്ന് തന്നെ ഇവര് ഹയാത്തിൽ പോയിട്ടുണ്ടോ? അല്ല പറ, ക്യാഷ് എത്ര മേടിച്ചു? എന്നാലും ഒരു ഊഹം, ഉദ്ദേശം. 2 ലക്ഷം അത്രയൊക്കെ ഉള്ളൂ. 1 ലക്ഷം. അത് നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾക്ക് ഒരു കണക്ക് വെക്കണ്ടേ? എത്ര പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങൾ 3 പേര് മോഷ്ടിച്ചാൽ പോലെ 1 ലക്ഷം മുതൽ എടുത്ത് കളഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പോ 7 ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും കിട്ടി, 5 ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ ഞെട്ടുന്നു എടുത്തിട്ടില്ല. അപ്പൊ ഒരു 50,000 എടുത്തിട്ടുണ്ടാവുമോ? അപ്പൊ ഒരു 5,000 പാവം 5,000 എടുത്തിട്ടില്ല. ഒരു ഓർഡറിന് ഒരു കസ്റ്റമറിന്റെ 7,000ത്തിന്റെ കഥ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അവസാനം വരെ 3 പേര്. അയ്യോ, നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ദിവ്യ, ഞാൻ ദിവ്യക്ക് ചാൻസ് ഇതൊന്നും അറിഞ്ഞുണ്ടല്ലോ, പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല, കാരണം നിങ്ങൾ പറയും ഇവര് പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന കൃത്യം അറിയാവുന്ന ഒരു ഊഹം വെച്ചു. ഞാൻ ഇത് നോക്ക്, അടുത്ത സ്റ്റോറി ഞാൻ ഇത് എന്തിനാണെന്നറിയാമോ? ക്യാഷ് ആയിട്ട് എത്ര ക്യാഷ് കൊടുത്ത എല്ലാരോടും, കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ, കറക്റ്റ് കൃത്യമുള്ള എങ്ങനെയല്ല. ബിക്കോസ് ഞാൻ അവസാനം വരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കാതെ എനിക്ക് സത്യം അറിയണം. കാരണം അവൻ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര ആൾക്കാണ്? ബാക്കി 2 പോയിട്ട് അല്ല. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് എല്ലാവരും 3 പേര് എത്ര എടുത്തു? 1 ലക്ഷം രൂപ എന്തായാലും 40,000 പേര് പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ കണക്കുമാണ്. കാര്യം ഇതിന് 2,000 രൂപ തിന്നു എന്ന് പറഞ്ഞവരാണ് അവന് 7 ലക്ഷത്തിന്റെ കണക്ക് വന്നത്. ക്യാഷ് പേയ്മെന്റ് അല്ല, കിട്ടും. കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇവർ ഇൻസിസ്റ്റ് ചെയ്തു ക്യാഷ് തന്നെ തരണം എന്നുള്ളത്. അതെന്റെ ചാറ്റ് കൊടുക്കും. ആര് ചോദിച്ചാലും ഞാൻ കാണിച്ചു. ഞാൻ ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞേ അല്ല പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പോവാൻ ആഗ്രഹമുണ്ടോ വൈകുന്നോണ്ടോ നോക്കിയിട്ടല്ലോ. ഇപ്പൊ റേപ്പ് ചെയ്ത ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ താല്പര്യമുണ്ടോ സഹോദരന് പോകാനോ?
ആക്ച്വലി ഓരോരുത്തരും ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പോലെ വേറെ ആൾക്കാർ പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പല ദിവസം ടിപ്പ് കൊടുത്തു. അത് അറിഞ്ഞു ഒരു നവംബർ. ഞാൻ ഇവരോട് പറഞ്ഞല്ലോ ഹോസ്പിറ്റലിലാണ്, എനിക്ക് വരാൻ പറ്റില്ല. എന്തിന് ജോലി നടത്തിയത്? 2 വീട് വെക്കായിരുന്നു. ആ 2 വീടാണ് അയാൾക്ക് അല്ല, ഇവരെടുത്തില്ല. നിങ്ങൾ മാത്രം എടുത്തത്. നിങ്ങൾ എടുത്തിട്ടാണോ കൊടുത്തത്? ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. ഒരു സെക്കൻഡ്. ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടാണ്. അതല്ല അതെടുത്ത പൈസ ഇരിക്കട്ടെ. പിന്നെ നോക്കാം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ശരി. നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല. 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. 10 ലക്ഷം എടുത്തിട്ടുണ്ടല്ലോ. സംസാരിക്കുകയായിരിക്കും. വന്നാലെത്തി കണക്കുപ്രകാരം വന്നാലെത്തി. അപ്പൊ നമുക്ക് എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല കണക്ക് എത്തിച്ചാൽ കണക്കാക്കി പറയല്ലേ? കമ്പനിക്ക് കിട്ടുന്നത് കേട്ടോ. കമ്പനിക്ക് കൊടുക്കും. നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാൻ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാൻ വന്നേ? അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. അറിയാലോ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു